തങ്കളം കാക്കനാട് നാലുവരി പാത ഉപേക്ഷിക്കുവാൻ ഗവൺമെന്റ് എടുത്ത തീരുമാനം കോതമംഗലം എംഎൽഎയുടെ അനാസ്ഥയെന്ന് കോൺഗ്രസ്. UDF ഗവൺമെന്റ് തുടക്കം കുറിച്ച പദ്ധതി കഴിഞ്ഞ 10 വർഷമായിട്ടും LDF സർക്കാർ അതിനുവേണ്ടി യാതൊന്നും ചെയ്തില്ലെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. തങ്കളം കാക്കനാട് നാലുവരിപ്പാത ഉപേക്ഷിക്കാൻ ഗവൺമെന്റ് എടുത്ത തീരുമാനം കോതമംഗലം MLAയുടെ അനാസ്ഥയാണെന്ന് കോൺഗ്രസ്. കോതമംഗലത്തെ എക്കാലത്തെയും ഏറ്റവും വലിയ വികസന സാധ്യതയുണ്ടായിരുന്ന തങ്കളം കാക്കനാട് പാത കഴിഞ്ഞ 10 വർഷമായി ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റാതെ ഇപ്പോൾ ഉപേക്ഷിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ കോതമംഗലം നിയോജക മണ്ഡലത്തിന് വലിയ നഷ്ടമാണ് വരുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ തലങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമായിരുന്ന ഒരു പദ്ധതി, കോതമംഗലം നാളിതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വികസന പദ്ധതി. ആ പദ്ധതി എന്നേക്കുമായി അതിന് ചരമഗീതം എഴുതുകയാണ് കോതമംഗലത്തെ MLA ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുള്ളത്, ഗവൺമെന്റ് ഇത് പുനഃപരിശോധിക്കണം. ഇത് പല ഘട്ടങ്ങളിലൂടെ ഇതിന്റെ സാറ്റലൈറ്റ് സർവേ അടങ്ങുന്ന നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഒരു പ്രൊജക്ടിന്റെ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ മൂവാറ്റുപുഴയുമായി കണക്ട് ചെയ്യാൻ. മൂവാറ്റുപുഴയ്ക്ക് പോയിട്ട് ഇനി കാക്കനാടിന് പോകേണ്ട അവസ്ഥ കോതമംഗലംകാർക്ക് എന്തുള്ള പെരുമ്പാവൂർ ആലുവ വഴി പോയപ്പോരെ ഇതേ ദൂരം തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ ദൂരത്തിൽ കൂടുതലാണ് ഈ പറയുന്ന വീട്ടൂർ ചെന്ന് കിഴക്കമ്പലം പട്ടിമറ്റം വഴിയൊക്കെ ഈ പുതിയ അലൈൻമെന്റ് പറയുന്നത്. മൂവാറ്റുപുഴയിലും പെരുമ്പാവൂരും ഇരിക്കുന്ന പ്രതിപക്ഷ MLAമാര് അവരുടെ നിയോജക മണ്ഡലങ്ങളിൽ കൊണ്ടുവന്ന റോഡ്സ് ആൻഡ് ബ്രിഡ്ജസുമായി ബന്ധപ്പെട്ട വർക്കുകളെ നിങ്ങളൊന്ന് 10 വർഷം കമ്പാരിസൺ നടത്തി നോക്ക്. കോതമംഗലത്തെ മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങളൊരു കമ്പാരിസൺ നടത്തി നോക്കുക. മറ്റ് നിയോജക മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഏതാ പാലം വന്നിട്ടുള്ളത്? ഇപ്പോൾ ബഡ്ജറ്റ് സമയത്തൊക്കെ MLA പറയും പ്ലാവന പാലം, ഇഞ്ചത്തൊട്ടി പാലം, മണികണ്ഠൻചാല് പാലം എന്നൊക്കെ കുറെ പാലങ്ങളുടെ പേര് പറയും. എന്നിട്ടൊക്കെ ടോക്കൺ അഡ്വാൻസ് അതിനകത്ത് വെക്കും. എന്നിട്ട് ഓരോ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു സമയത്ത് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ കരുതലിൽ ഒക്കെ ഒരു മാറ്റം വരാം. പക്ഷെ ഇപ്പോ നിരന്തരമായി 10 വർഷം, ഇപ്പൊ ഇന്നലെ MLA നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഒരു റോഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പുതുപ്പാടി ഇരുമലപ്പടി റോഡ്. 2022 ടെൻഡർ ചെയ്ത് വർക്ക് ആരംഭിച്ച് 2023 അവസാനം 24 അതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വില റീടാറിംഗ് ആണെന്ന് ഓർക്കണം, 1 ഇഞ്ച് ആ റോഡിന് വീതി കൂട്ടിയിട്ടില്ല. BM&BC എന്ന് പറയുന്ന നടപടിക്രമത്തിലൂടെ ഈ റോഡ് നേരത്തെ ടാർ ചെയ്തിട്ടുള്ളതാണ്. TV കുരുള MLA ആയിരിക്കുമ്പോഴും ഇതേ MLA ആയതിനു ശേഷം ആ റോഡ് ടാർ ചെയ്തിട്ടുള്ളതാണ്. 27 കിലോമീറ്റർ നീളവും 30 മീറ്റർ വീതിയും ക്രമപ്പെടുത്തി 2006 ഉപഗ്രഹ സർവേ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച തങ്കളം കാക്കനാട് പാതയുടെ ആദ്യ റീച്ച് UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിവെച്ചെങ്കിലും പിന്നീട് വന്ന LDF സർക്കാർ കഴിഞ്ഞ 10 വർഷമായി ഒന്നും ചെയ്യാതെ പദ്ധതിയോട് തികഞ്ഞ അവഗണനയാണ് കാണിച്ചതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനയ്ക്കൽ, ബാബു ഏലിയാസ് എന്നിവർ കുറ്റപ്പെടുത്തി. കോതമംഗലത്തിന്റെ വികസന സാധ്യതകൾക്ക് അനന്തമായ അവസരങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ തങ്കളം കാക്കനാട് പാത. ആ തങ്കളം കാക്കനാട് പാത ഏതാണ്ട് 2 പതിറ്റാണ്ട് മുമ്പ് അതേക്കുറിച്ചൊരു ആലോചന നടക്കുകയും ആ ആലോചനയുടെ അടിസ്ഥാനത്തിൽ അതിന് സർവേക്ക് ഒരു ടീമിനെ ഏൽപ്പിക്കുകയും ആ സർവേ ടീം 2006 അതിൻ്റെ സർവേ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2009 അതിന് ഭരണാനുമതി ലഭിച്ച് 2006 സർവേ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നു, 2009 ഭരണാനുമതി നൽകുന്നു. വീണ്ടും അത് നിലച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഭരണാനുമതി കൊടുത്തിട്ടും അതിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. 2012 ഇതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ആദ്യമായി പണം അനുവദിക്കുന്നത്. 5 കോടി രൂപ UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അതിന് അനുവദിക്കുന്നത്. ആ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് രണ്ടാമത് 10 കോടി രൂപ 2015 ഈ പദ്ധതിക്ക് വേണ്ടി വീണ്ടും അനുവദിക്കുന്നത്. ആ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോയി സർവേ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിന്റെ DPR തയ്യാറാക്കുന്ന സമയത്ത് ഏകദേശം 25.32 ഹെക്ടർ സ്ഥലമാണ് ഈ പദ്ധതി നിർദ്ദിഷ്ട ഈ പാതയ്ക്ക് ആവശ്യമായിട്ട് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ചും ഒരു മലയോര മേഖല എന്നുള്ള രീതിയിൽ ഈ നാടിന് ഉണ്ടാകുന്ന ഒരു വലിയ സാധ്യത അതാണ് ലാഗ് ചെയ്ത് അനന്തമായി നീട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ MLA കോതമംഗലം നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ
10 വർഷമായിട്ട് ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഈ MLAക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മൂവാറ്റുപുഴ കാക്കനാട് പുതിയ റോഡിന്റെ അലൈൻമെന്റുമായി ഈ റോഡിനെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ച തങ്കളം കാക്കനാട് പാത എന്നുള്ളത് എന്നേക്കുമായി ഉപേക്ഷിക്കാൻ സർക്കാർ എടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. 10 വർഷമായിട്ടും MLA ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായി ഒന്നും ചെയ്യാൻ കഴിയാതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ വീണ്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കോതമംഗലത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് അനന്തമായ സാധ്യതകളുണ്ടായിരുന്ന തങ്കളം കാക്കനാട് പാത ഉപേക്ഷിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ PWD ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.